ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ടുണ്ട് വീഡിയോ വോയിസൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു വീഡിയോ ഇതിൻ്റെ ഇടയിൽ ഹൈലൈറ്റ് മാളുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഞങ്ങൾ കോട്ടക്കൽ നെസ്റ്റോയിൽ പോയതാണ്. ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും വേണ്ടിയിട്ട് കോട്ടക്കൽ പോയപ്പം പിന്നെ നെസ്റ്റോയിൽ കയറിയപ്പോൾ ഒരു വീഡിയോ എടുത്തത് മാത്രമാണ്. അപ്പം കണ്ടപ്പോൾ അങ്ങനെ കയറി കട അങ്ങനെ കണ്ടപ്പോൾ കയറി നോക്കിയതാണ്. ചില സാധനങ്ങൾക്കൊക്കെ ഓഫർ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ ഇവിടെ ഈ പൂക്കളെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നല്ല രസമുള്ള പൂക്കളായിരുന്നു. പിന്നെ ഇത് വാഷിംഗ് മെഷീനുകൾ, ഫ്രിഡ്ജുകൾ. ഞങ്ങൾ കുറേ ടീച്ചേഴ്സ് ഉണ്ട് കൂടെ, ഞങ്ങൾ ഒറ്റയ്ക്കൊന്നുമല്ല, ഒരുപാട് ടീച്ചേഴ്സ് കൂടെ ഉണ്ട്. ഇതൊക്കെ ഓരോ മോഡൽ ഫ്രിഡ്ജുകളാണ്. അതേപോലെ അതിൻ്റെ റേറ്റും അതിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ എടുത്ത് പോകുന്നതാണ്. ആർക്കെങ്കിലും ആവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് വാഷിംഗ് മെഷീൻ്റെ സെക്ഷനാണ്. പിന്നെ അവിടുന്ന് അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ നടന്ന് കാണുകയാണ് കേട്ടോ. ഇത് മറ്റേതാണ്, എന്താണ് അതിന് പറയുക, ഓർമ്മയില്ല. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊക്കെ ഗ്യാസ് സ്റ്റൗ ആണ്. നല്ല നല്ല മോഡൽ സ്റ്റൗകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതൊക്കെ ഇങ്ങനെ വാങ്ങാൻ പൂതിയാവും കേട്ടോ. കാണുമ്പോഴാണ് നമുക്ക് ഇതിനോടൊക്കെ ഇഷ്ടം തോന്നുക. അപ്പോൾ നമ്മളടുത്തുണ്ടെങ്കിലും നമ്മളെ കയ്യിലുണ്ടെങ്കിലും പക്ഷേ ഇത് നമുക്ക് വാങ്ങാനിങ്ങനെ തോന്നും. ഇതൊക്കെ പിന്നെ മിക്സികളാണ്, മിക്സി ഐറ്റംസാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ നടന്ന് കാണേനി. ഇതൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമാണല്ലോ അല്ലേ. ടീച്ചർ എടുത്ത് നോക്കിയതാണ് അതിൻ്റെതൊക്കെ ഇങ്ങനെ കണ്ടപ്പം. ഇതൊക്കെ പിന്നെ ഓരോ എന്താണ് ടവൽ ഐറ്റംസുകളാണ്. പിന്നെ വണ്ടിയിലൊക്കെ വെക്കാൻ പറ്റിയ ഓരോ ഐറ്റംസുകളാണ് ഇതൊക്കെ. അപ്പോൾ ഒക്കെ ഓരോന്നിങ്ങനെ എടുത്ത് നോക്കിയതാണ്. ഇതൊക്കെ പില്ലറുകളാണ് കേട്ടോ. നല്ല നല്ല എൻ്റെ അടുത്തൊക്കെ അങ്ങനത്തെ തന്നെ ഉള്ളത്. പിന്നെ ഫ്ലവേഴ്സുകൾ, അതുപോലെ മാറ്റുകൾ, പിന്നെ ഗ്ലാസ് ഫ്ലവർ വൈസുകൾ, അങ്ങനെ ഓരോന്ന് സെക്ഷനുകളാണല്ലോ അങ്ങനത്തെ കടകളിലൊക്കെ, മാർക്കറ്റുകളിലൊക്കെ, പിന്നെ ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കിയതാണ്. എല്ലാ സാധനവും നമുക്ക് കാണുമ്പോൾ പെണ്ണുങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എല്ലാ സാധനം കണ്ടാലും നമുക്ക് ആവശ്യമായിക്കാരം, എല്ലാം നമുക്ക് വാങ്ങാനും ഇഷ്ടമായിക്കാരം. പക്ഷേ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഉണ്ടെങ്കിലൊക്കെ വാങ്ങി കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് പെണ്ണുങ്ങളുടെ സ്വഭാവം. അങ്ങനെ നമുക്കിത് കണ്ടാലേ നമുക്ക് ആർക്കായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണല്ലോ ഇതിലൊക്കെ ഉണ്ടാവുക. ഇതൊക്കെ പിന്നെ ഓഫറിൽ ബെഡ്ഷീറ്റുകളൊക്കെയാണ് കേട്ടോ. ബെഡ്ഷീറ്റ്, അതേപോലെ ടവല്, അതൊക്കെയാണ്. പക്ഷേ ഞങ്ങളിതൊക്കെ നോക്കിയിട്ടേ ഉള്ളൂ, ഞങ്ങളിതൊന്നും എടുത്തിട്ടില്ല. അതിൻ്റെയൊക്കെ ഓരോ റേറ്റുകളും കാര്യങ്ങളാണ്. ഇത് ഇത് മാറ്റാണ്, വലിയ ബ്ലാങ്കറ്റ് എല്ലാം ഉണ്ട്. ബെഡ്ഷീറ്റുകൾ പിന്നെ കുറേ ആയിട്ട് ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കണേ. പിന്നെ ഏതായാലും ഞാനിപ്പോൾ ഓരോന്നിങ്ങനെ നോക്കിയത്. അത് കളർ ബെഡ്ഷീറ്റാണ്, പ്ലെയിൻ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളാണ്. പ്രിൻ്റഡ് ഇതാണ് ഇവിടെ. എനിക്ക് പ്രിൻറ്റിനെക്കാളും ഇഷ്ടം കളർ ബെഡ്ഷീറ്റുകൾ തന്നെയാണ് കേട്ടോ. വിരിച്ചിടുമ്പോൾ നല്ല രസമാണല്ലോ റൂമൊക്കെ കാണാൻ. അപ്പം അതൊന്ന് വാങ്ങിയാലോ എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ പക്ഷെ വാങ്ങിയിട്ടില്ല. ബെഡ്ഷീറ്റ് ഐറ്റംസ് ഒന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ഞങ്ങൾ ബാക്കിയുള്ള ഓഫറുള്ള ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഇതിൽ ആഡാക്കിയിട്ടില്ല. അതൊന്നും എടുക്കാനപ്പോൾ ഓർമ്മ ഉണ്ടായില്ല, തിരക്കായിരുന്നു പിന്നെ പോണ നേരത്തൊക്കെ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല. പിന്നെ ഇതൊക്കെ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ടിഫിൻ ബോക്സുകളും മറ്റു കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഫൈബറിൻ്റെ ടിഫിൻ ബോക്സ് ഒന്നും അത്ര ഒരു ബെറ്ററായിട്ട് തോന്നിയിട്ടില്ല. കാരണം കുട്ടികളൊക്കെ നഴ്സറിയിൽ കൊണ്ടുവരുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് ബാഗ് ഐറ്റംസുകളാണ്. പിന്നെ ടോയ്സ് എല്ലാം കാണുമ്പോൾ നല്ല രസമാണല്ലോ. അടക്കി ഒതുക്കി വെക്കുമ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. അപ്പോൾ അതിങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ കയറി ഇറങ്ങിയതല്ല. ടൈം ഇങ്ങനെ കളയല്ലോ വെച്ചാൽ കാസറോളുകളാണത്. അപ്പോൾ ഇങ്ങനെ ടൈം കളയാച്ചിട്ട് പ്ലേറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വാങ്ങാൻ പൂതിയാട്ടോ. പക്ഷേ എനിക്ക് പ്ലേറ്റിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുമില്ല. പക്ഷേ എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, വാങ്ങാനും ഇഷ്ടമാണ്. പിന്നെ നമ്മളടുത്ത് ഇങ്ങനെ ഒഴിഞ്ഞ ക്യാഷ് ഉണ്ടാവണം, അപ്പോഴൊക്കെ വാങ്ങാൻ കഴിയുള്ളൂ. സാധനം ഉണ്ടായതുകൊണ്ട് പിന്നെ വെറുതെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ ഓരോ ജാറുകളാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ജാറുകളൊക്കെ. കുപ്പിൻ്റെ ജാറൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അതൊക്കെ നമ്മൾ ആ ഒരു സേഫ്റ്റിയിൽ കൊണ്ടുവെക്കാഞ്ഞാൽ അത് പിന്നെ പെട്ടെന്ന് കേടാവും ചെയ്യും, പൊട്ടും ചെയ്യും. പിന്നെ വെറുതെ അത് കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ല, നല്ല റേറ്റ് ഉണ്ട് അതിനൊക്കെ.
പിന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. പിന്നെ മോപ്പുകളിൽ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരു മോപ്പ് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അടിച്ച് വാരാൻ പറ്റുന്ന ഒരു തരം മോപ്പ്, അത് ഉണ്ടായിന് ഇവിടെ. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ എടുക്കാൻ താല്പര്യമാക്കണം. പിന്നെ ഞങ്ങൾ ബസ്സിന് വന്നതല്ലേ എന്ന് വിചാരിച്ചപ്പോൾ പിന്നെ വാങ്ങാൻ മടിച്ചതാണ്. അത് നമുക്ക് നല്ല ഉപകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ അടിച്ച് വരുന്ന കാണലുണ്ടല്ലോ. കിച്ചൺ ആക്സസറീസ് പോകുമ്പോഴാണ് പിന്നെ നമുക്ക് കൺട്രോൾ പോകും. ഓരോന്ന് കാണുമ്പോൾ എല്ലാം നമുക്ക് വാങ്ങാൻ തോന്നും. എല്ലാ സാധനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാതും നമുക്ക് ഇതിപ്പോൾ സ്പൂൺ ഐറ്റംസുകളാണ് അടിപൊളി. പിന്നെ ഐറ്റംസുകളുണ്ട് കേട്ടോ, നല്ല നല്ല മോഡലുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒക്കെ കാണുമ്പോൾ ഇങ്ങോട്ടുണ്ടല്ലോ, അപ്പം എന്താ ഇപ്പോൾ പറയുക, അതാണ്. ഇത് സ്റ്റീൽ പാത്രങ്ങളാണ്. ഇത് തവ ഐറ്റംസുകളാണ്. പിന്നെ അതിലേക്കുള്ള പിന്നെ മരത്തിൻ്റെ ഇതൊക്കെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തുള്ളത് മുഴുവനും അത് കഴിഞ്ഞിട്ടാണ്. കുക്കർ ഐറ്റംസൊക്കെ കണ്ടപ്പോൾ പിന്നെ പല മോഡൽ ഉള്ള കുക്കറുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ എടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കുക്കർ. ഇവിടെ നിന്നല്ല, വേറെ ഞങ്ങളെ സ്കൂളിൽ നിന്ന്. അപ്പോൾ പിന്നെ കുക്കർ എടുത്തിട്ടില്ല. അതേപോലെ ഒരു കടായി ചട്ടി കണ്ടിട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ പറയാം, അതൊക്കെ എങ്ങനെയാണ് അടുപ്പത്തൊക്കെ കൊണ്ടുപോയി, ഭയങ്കര വെയിറ്റ്. പിന്നെ അപ്പോൾ ഇതിനിപ്പോൾ എന്തെങ്കിലും കറിയൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റുള്ള വാങ്ങി വെക്കാൻ തന്നെ വേണ്ടി വരും ഒരാൾ. അത്രക്കും വെയിറ്റുള്ളൊരു ചട്ടി ഉണ്ട് ഇനി അവിടെ. ഇതൊക്കെ പേസ്റ്റ് ഐറ്റംസുകളാണ്. ഇത് സോപ്പ് ഓഫറിലിട്ടതാണ് കേട്ടോ. ഇന്ന് ഞാനൊരു സോപ്പ് വാങ്ങിയിട്ടുണ്ട്, വിവലിൻ്റെ സോപ്പ് വാങ്ങിയിരുന്നു. അപ്പം അതിന് ഓഫറുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓഫറിൽ ഞങ്ങൾ വാങ്ങിയതാണ്. അതുപോലെ തന്നെ ഇതിൽ ടച്ച് പേപ്പർ, ടിഷ്യൂ പേപ്പർ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഓഫറുണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ വാങ്ങിയതാണ്. ഓഫറുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ മുഴുവനൊന്നും ഇപ്പോൾ നമുക്ക് വാങ്ങാനും കഴിയൂല, വാങ്ങിയാലൊക്കെ കൊണ്ടുവരാനും കഴിയൂല എന്ന് പറഞ്ഞ പോലെയാണ്. ബസ്സിന് പോരുമ്പോൾ ഒരുപാടൊന്നും നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ, നമ്മൾ സ്കൂളിൽ നിന്ന് പോയതല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങാണ് കേട്ടോ. താഴെ ഉണ്ട് വേറെ. ഇവിടെ എത്തിയ പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ കാര്യങ്ങളൊക്കെ ആയി. പല ഐറ്റംസുള്ള ഫ്രൂട്ട്സുകളും അതൊക്കെ തന്നെയാണ്. ഇതൊക്കെ പിന്നെ നമ്മളെ അടുത്ത് തന്നെ കിട്ടണോണ്ട് പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അവിടെ കണ്ട മറ്റൊന്ന് തേങ്ങയാണ്. തേങ്ങ പിന്നെ നമുക്ക് അത്ര ഒരു ഇതില്ലാത്ത നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ളത് കൊണ്ടാവും. പിന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഉപ്പിലിട്ട ഐറ്റംസ്. അതൊന്നും പറയാത്ത തന്നെ നല്ലത്. അതൊക്കെ ഇങ്ങനെ കണ്ടാലുണ്ടല്ലോ വായിൽ വെള്ളം ഇങ്ങനെ വരും. അത്രയ്ക്ക് രസമുണ്ടായിരുന്നു. ഉപ്പിലിട്ട ഐറ്റംസുകളൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗി. ആ ഒരു ഇട്ട വൃത്തിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് കണ്ട് തിന്നാൻ പൂതിയാവും. പിന്നെ മധുരത്തിനോട് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് പിന്നെ മധുരത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഞാൻ നല്ലോണം മധുരം കഴിക്കുന്ന ആളാണ്. നിർത്തണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് നിർത്താൻ കഴിയണില്ല. അപ്പോൾ ഇതിൽ മധുര ഐറ്റംസൊക്കെ ഞാൻ 2-3 ഐറ്റംസൊക്കെ വാങ്ങി ഞാൻ ഒറ്റയ്ക്ക് തിന്നിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ അടിയിൽ കഴിയുന്നുണ്ട്.
ഈ ഭാഗത്തേക്കാണ് വന്നപ്പോൾ പിന്നെ കേക്ക് ഐറ്റംസുകളും ഇത് പിന്നെ ജ്യൂസാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഒന്നെടുത്ത് കുടിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരോടും. ഇത് ഐസിൽ ഇങ്ങനെ വെച്ചേക്കാണ്, ഐസ് കട്ടയാണ് അതൊക്കെ കാണുന്നത്. കാണാൻ തന്നെ രസട്ടാ. പിന്നെ ഇതൊക്കെ മധുര ഐറ്റംസുകളാണ്. ഇതാ അലുവയാണ്. ഇതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഞാനത് തിന്ന് നോക്കിയിട്ടില്ല. അപ്പം ഇത് അലുവകളാണ്. അതേപോലെ ഇതാണ് തുറമാങ്ങ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഞാൻ വയനാട് ഒരുപാട് കടയിൽ ഇതുണ്ടല്ലോ. അപ്പം ഞാൻ ആവശ്യമുള്ളൊരു കടയിൽ നോക്കിയപ്പോൾ എനിക്കേറ്റ കിട്ടിയിട്ടുമില്ല. പക്ഷേ ഇവിടെ കണ്ടപ്പോൾ നല്ല ആഗ്രഹമായിട്ട് അത് വാങ്ങണമെന്ന്. 80 രൂപയാണ് അതിൻ്റെ റേറ്റ് ഇവിടെ വരുന്നത്. ഇത് പിന്നെ ഫിഷിൻ്റെ സെക്ഷനാണ്, പല ഐറ്റംസും ഉണ്ട്. ഇതൊക്കെ നട്ട്സുകളാണ് കേട്ടോ. അതിൽ ഓഫറിൽ ഇട്ടതാണ്. അതിൽ ഞങ്ങളെല്ലാവരും ഓരോ ബോക്സ് വാങ്ങിയിട്ടുണ്ട്. ഈ നട്ട്സിൽ ഒന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്, അതേപോലെ എൻ്റെ കൂടെയുള്ള എല്ലാവരും ഓരോന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല കാര്യം തന്നെയല്ലോ. നമ്മളിതൊക്കെ കഴിക്കണമല്ലോ, നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഡ്രീം കേക്കും ഉണ്ട് ഇതിന് ഓഫർ ഇട്ടാ. ഡ്രീം കേക്കും ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ മധുരമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ എനിക്ക് വാങ്ങാനും തിന്നാനൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ തിന്നുമെന്നുള്ള പേടി കൊണ്ടാണ് എനിക്ക് കൂടുതലും ഇതൊക്കെ വാങ്ങാനുള്ള മടി. എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ തിന്ന് കഴിക്കണം. പിന്നെ മധുരമായതുകൊണ്ട് ഞാനത് നല്ലോണം തിന്നും. പിന്നെ ഇപ്പോൾ തടി നല്ലോണം ഉള്ളതുകൊണ്ട് പിന്നെ തിന്നാനും മടിയാണ്. മടി ഉണ്ടായിട്ടില്ല, പക്ഷേ കാണുമ്പോൾ തിന്നാതിരിക്കാനും തോന്നണില്ല. ഇതൊരു തരം പെന്നാണ് കേട്ടോ. ഞങ്ങളത് എടുത്ത് നോക്കി, എന്താ മോഡൽ, പുതിയൊരു മോഡൽ കണ്ടപ്പോൾ എടുത്ത് നോക്കിയതാണ്. ഈ ഭാഗത്തേക്ക് വരാത്തതാണ് നല്ലത്. പല ഐറ്റംസ് കേക്ക് ഐറ്റംസുകളുമാണ് ഇവിടെ ഉള്ളത്. എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാടട്ടായി ഞാൻ പറയണം മധുരം ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ തിന്നാൻ പൂതിയാവും. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ തോന്നി നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ തന്നെയാണ്. നമുക്ക് നല്ല നാടൻ ചോറൊക്കെ തിന്നാമല്ലോ. ഞങ്ങളെടുത്ത ഓരോ സാധനങ്ങളൊക്കെ ഇതിൽ ഡ്രീം കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു 2 ഷോൾ വാങ്ങിയിട്ടത് കുനാഫയാണ്. ഇതിൽ ഒന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പീനട്ട് ബട്ടർ, ഇതും ഞാനൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ എല്ലാവരോടും പീനട്ട് ബട്ടർ എന്നാൽ നല്ല റേറ്റ് കൂടും കണ്ടപ്പോൾ പിന്നെ എനിക്ക് മടിയാവി. പക്ഷെ എന്നാലും ഞാനത് തിന്നിട്ടുണ്ട്. അതേപോലെ ഷോളും ഞങ്ങൾ 2-3 എടുത്തിട്ടുണ്ട്.